ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രമുഖർ അറസ്റ്റിലായി തുടങ്ങിയിരിക്കുന്നു. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു ആണ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. കേസിലെ 7ാം പ്രതി ബൈജു അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ സർക്കാരിൻ്റെ കസേരകളാണ് ഇളകിത്തുടങ്ങിയിരിക്കുന്നത്. ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇത് 4ാമത്തെ അറസ്റ്റാണ്. എങ്കിലും 3ാം പ്രതിയായി നിൽക്കുന്ന N വാസു എന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഇപ്പോൾ പുറത്താണുള്ളതെങ്കിലും ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന് മാധ്യമങ്ങളെല്ലാം എഴുതി കഴിഞ്ഞു. അത്രയ്ക്കും തെളിവുകളാണ് അദ്ദേഹത്തെ കുറിച്ച് ലഭിച്ചിരിക്കുന്നത്. 2019 ജൂലൈ 19 പാളികൾ അഴിച്ചപ്പോൾ ഈ ബൈജു ഹാജരായിരുന്നില്ല അവിടത്തേക്ക്. കാരണം ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല ഈ കമ്മീഷണർക്കാണ് എന്നിരിക്കെ മുഖ്യ പ്രതികളുമായി നടത്തിയ ആസൂത്രണം കാരണമാണ് മനഃപൂർവ്വം അതിൽ നിന്ന് ഈ ബൈജു വിട്ടുനിന്നതെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അത്രയ്ക്കും ഒരു പെരുങ്കള്ളനായി മാറുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ശബരിമലയിൽ നിന്നും ഇന്നലെ പിടികൂടിയത്. ദ്വാരപാലക കേസിൽ മാത്രമല്ല, കട്ടിളപ്പാളി കേസിലെ ദുരൂഹ ഇടപെടൽ സംബന്ധിച്ചുള്ള വിവരവും ബൈജുവിന് അറിയാമെന്ന് SIT കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2019 KS ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചതാണ്. അതിനൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷനായി ഉണ്ടായിരുന്ന N വാസു എന്ന വമ്പൻ സ്രാവും ഇന്നു തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാനാണ് സാധ്യത. അയാൾ 3ാം പ്രതിയാണ്. ഇതുവരെ അറസ്റ്റായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മുകളിലുള്ള സ്വാധീനമാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളും ജനങ്ങളെല്ലാം ഇളകിക്കഴിഞ്ഞു. യഥാർത്ഥ കള്ളൻ വാസുവാണെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നതോടെ ഇനിയും അദ്ദേഹത്തെ ആർക്കും പിടിച്ചു നിർത്താനാകില്ല എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസ് 2019 പൂർണ്ണമായും സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. N വാസു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം മന്ത്രിയുടെയും വലം കൈയായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ N വാസു അറസ്റ്റിലായാൽ അടുത്ത നീക്കം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2019 നടന്ന ഇത്രയും വലിയൊരു കൊള്ളയിൽ ഒരു അവസാന തീരുമാനമെടുക്കാൻ കഴിയുന്നവരല്ല ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ എല്ലാവരും. ഭഗവാന്റെ സമ്പത്തിൻ്റെ ഒരു മല തന്നെ എടുത്തുകൊണ്ടു പോകുമ്പോൾ അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് പങ്കുപറ്റിയ വമ്പൻ ഉദ്യോഗസ്ഥർ വരെ അറസ്റ്റിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി N വാസുവും അറസ്റ്റിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ സമയം മുഴുവൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങുക തന്നെ ചെയ്യുമെന്ന് എല്ലാവരും ഉറപ്പിക്കുകയാണ്. ദ്വാരപാലക ശില്പം ഉൾപ്പെടെയുള്ള പ്രധാന വിഗ്രഹങ്ങൾ ഏത് വ്യവസായിക്കാണ് മന്ത്രി വിറ്റതെന്ന് പറഞ്ഞു വച്ച പ്രതിപക്ഷ നേതാവിൻ്റെ അന്നത്തെ ആ വാക്കുകൾ അത് ശരിയാണെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കി കഴിഞ്ഞു. അതോടെ മന്ത്രിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാർ എന്നിവർ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കള്ളന്മാരെയും കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒരാളെയും അവർ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. എല്ലാവരുടെയും പേര് പറഞ്ഞ അവസ്ഥയ്ക്ക് ഇനി അവരിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടവർ ഒരാളും വീട്ടിലിരിക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരെ ഈ വരുന്ന ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ശബരിമല ശ്രീകോവിലിൽ വാതിലിൻ്റെ കട്ടിളപ്പടി പാളികളിലെ സ്വർണം അത് തട്ടിച്ചെടുത്ത കേസിലെ 8ാം പ്രതിയാണ് അക്കാലത്തെ ബോർഡിനെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ദേവസ്വം ബോർഡ് തന്നെ 8ാം പ്രതിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ബോർഡും ബോർഡ് പ്രസിഡന്റും ബോർഡ് മന്ത്രിയും എല്ലാം അകത്തേക്കുള്ള യാത്രയിലാണ് എന്നുള്ളത് ഉറപ്പായി. അന്വേഷണ സംഘം അത്രയും നല്ലൊരു അന്വേഷണമാണ് നടത്തുന്നത്. കാരണം മുഴുവനായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലും നിർദ്ദേശത്തിലുമാണ് അന്വേഷണം. മുൻമന്ത്രി ഇപ്പോൾ MLA ആണ് എന്നുള്ളത് അറസ്റ്റ് എങ്ങാനും നടന്നാൽ കാലാവധി തീരുന്നതിന് മുൻപേ പിണറായി വിജയന് പരാജയം സമ്മതിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം അറസ്റ്റിലായവരും അറസ്റ്റിലാകുന്നവരും പിണറായി വിജയൻ്റെ സ്വന്തക്കാരാണ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ പിണറായി സർക്കാരിന് അഗ്നിപരീക്ഷണമാണ്.